നമസ്കാരം. ചിലരുടെ സംശയം, നമ്മൾ ഈ സൃഷ്ടാവാൻ ദൈവത്തെ കുറിച്ചൊക്കെ പറയുന്നു, ആ ദൈവത്തിന്റെ ഇഷ്ടങ്ങളും രീതികളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി ശരിക്കും ഒരു സാധാരണമായ അല്ലെങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തി, ഒരു മനുഷ്യൻ എന്ത് നിയമങ്ങളാണ് പാലിക്കേണ്ടത്? നമുക്കത് മാത്രം അങ്ങ് പാലിച്ച് ശരിക്കും ആ ദൈവത്തിലോട്ട് എത്താമല്ലോ. ഈ ആവശ്യമില്ലാത്ത ഈ ദേവി ദേവന്മാരെ കുറിച്ചും ഈ അദൃശ്യ ശക്തികൾ അത് ഇത് ഇങ്ങനെയൊക്കെ പറയുന്നതിനെക്കാട്ടിലും ശരിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് മാത്രം അങ്ങ് ചെയ്ത് പോയാൽ പോരെ. അപ്പോ ഈ ദൈവം എൻ്റെ അടുത്ത് പറയുന്നതും ഇത് കറക്റ്റാണ്, ഇങ്ങനെ അത് മതി. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, എന്റെ ചെറുപ്രായത്തിലെ എന്റെ അനുഭവങ്ങളും ഞാൻ കേട്ട കഥകളും ഞാൻ കണ്ട കാര്യങ്ങളും വെച്ച് എനിക്ക് തോന്നിയ സംശയങ്ങൾ ഞാൻ എന്നോട് ഇടപെടുന്ന, എന്നോട് സംസാരിക്കുന്ന ആ ശക്തിയോട് ഞാൻ ചോദിച്ചെടുത്ത് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഈ യൂട്യൂബും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതിലൂടെയൊക്കെ കാണുകയും ഓരോരുത്തർ പറയുകയും ചെയ്യുന്ന പുതിയ പുതിയ കാര്യങ്ങളും, അപ്പൊ അതിലൂടെയൊക്കെയാണ് മതഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട് എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വരുമ്പോ അതും ഞാൻ ചോദിക്കും, ഇതെന്താണ്, ഇതെങ്ങനെ ശരിയാവും, ഇതെങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരുന്ന മറുപടികളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെച്ചാൽ, ഈ കാലഘട്ടത്ത് ഇങ്ങനെയുള്ള അറിവുകളെല്ലാം തിരിച്ചും മറിച്ചും അല്ലെ ശരിയായും തെറ്റായും ഒക്കെ ആൾക്കാർ പ്രചരിപ്പിക്കുകയും ഇത് ദൈവത്തിന് വേണ്ട ആൾക്കാരും ഭൂമിയിലുള്ള സകലമാന മനുഷ്യരും ഒക്കെ ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് ആകെ കൺഫ്യൂഷനാണ്. ഇതിൽ ശരിയേത് തെറ്റേത് ഇങ്ങനെ ഒരു ലെവലിലാണ് ഇപ്പോൾ ഈ ജനങ്ങൾ അത്രയും നിൽക്കുന്നത്. ഈ ആത്മീയമേഖലയിലുള്ളവരും ഈ നിരീശ്വരവാദത്തിൽ നിൽക്കുന്നവരും ഒക്കെ ആ കൺഫ്യൂഷൻ ആണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്ത് ഈ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ ഞാൻ സത്യം എന്ന് വിചാരിച്ചും കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. അതിന് വേറൊരു വശം എന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്ത്, ഈ അന്ത്യ കാലഘട്ടത്ത് ദൈവം ഈ കാലഘട്ടം തീർക്കുകയാണ്. അപ്പം ഈ അടുത്തൊരു പുതിയ കാലഘട്ടം തുടങ്ങുകയാണ്. അപ്പൊ അത് ഒരു വല്ലാത്തൊരു പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞാൽ അടുത്ത കാലഘട്ടത്ത് മനുഷ്യർക്ക് ഇനി അടുത്ത ഒന്നേന്ന് കൃഷിയെയൊക്കെ ആശ്രയിച്ചാണ് ഇനി അടുത്ത ജീവിതം ഒന്നേന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എന്ത് പറ്റും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതെല്ലാം നശിച്ചു പോകും, അവശിഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ ഇവിടെ കാണും, അതെല്ലാം കാട് കയറി അങ്ങനെയൊക്കെ ഇത് മൊത്തം ഒന്ന് നശിച്ച് ഈ ടെക്നോളജിയും കാര്യങ്ങളെല്ലാം തീർന്നിട്ട് ശരിക്കും കൃഷി മുതൽ ഇനി അടുത്തൊരു കാലഘട്ടത്തേക്കുള്ള മനുഷ്യരുടെ ജീവിതം ഒന്നേന്ന് ആരംഭിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് പക്ഷെ ഇപ്പോഴേ ആ പ്രോസസ് തുടങ്ങിക്കഴിഞ്ഞു. ക്രമേണ ഇതെല്ലാം നശിച്ച് പതുക്കെ ആ ലെവലിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എനിക്കത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് ഉറപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പറഞ്ഞിരുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടം വരും. ഇപ്പൊ എന്നോട് ദൈവം പറയുന്നത് ഇപ്പോഴേ കൃഷിയും കാര്യത്തിലോട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുമുണ്ട്. അപ്പൊ അങ്ങനെ ഈ കാലഘട്ടത്ത് ഒരുപാട് ആത്മാക്കളെ ദൈവം ശരിക്കും ആ ഓരോരോ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഓരോ ഡയമെൻഷനിലും ഓരോരോ തലങ്ങളുണ്ട്. അതൊക്കെയാണ് അതിന്റെ അടുത്ത അത്ഭുതം. ഇപ്പൊ 4th ഡയമെൻഷനിൽ തന്നെ ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്, അതിന് 2 ഘട്ട പരുവമുണ്ട്, അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു മേഖലയുണ്ട്. ഇങ്ങനെ ഒരുപാട് മേഖല ആ 4th ഡയമെൻഷനുണ്ട്. 5th അങ്ങനെയുണ്ട്. 3 ഡയമെൻഷനിലും ഉണ്ട് സ്വർഗം നരകം. അതായത് നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് സ്വർഗവും നരകവും. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലകളിലും അനേക സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ സെക്ഷനിലെല്ലാം ആത്മാക്കളെ ആവശ്യമുണ്ട്. ആത്മാവ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എനർജിയാണ്, അതൊരു മനസ്സാണ്, പവറാണ്. ഇപ്പോൾ നമ്മുടെ ഈ 3 ഡയമെൻഷനിലുള്ള നമ്മൾ പണത്തിന് വേണ്ടി, കാശ് അല്ലെങ്കിൽ സമ്പാദ്യത്തിന് വേണ്ടിയിട്ടൊക്കെ വേറൊരു വ്യക്തിയെ കിഡ്നി അടിച്ചു മാറ്റല്, ലിവർ അടിച്ചു മാറ്റല്, കണ്ണ് മാറ്റല്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള മോഷണ പരിപാടികളൊക്കെ 3 ഡയമെൻഷനുള്ള നമ്മൾ ഹോസ്പിറ്റൽ വഴിയൊക്കെ നടക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതേ ചില സ്വാർത്ഥ മനസ്സോടുകൂടി സ്വന്തമായി അത്യാഗ്രഹം മൂത്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ 3 ഡയമെൻഷനിലെ മനുഷ്യർക്കും ഉണ്ട്. ഇതേപോലെ 4th ഡയമെൻഷനിൽ ജീവിക്കുന്ന അദൃശ്യശക്തികൾ അല്ലെങ്കിൽ ഏലിയൻസ് അല്ലെങ്കിൽ ദൂതന്മാർ എന്നൊക്കെ പറയുന്ന ആ സെക്ഷനിലും ഇതേപോലെ അത്യാഗ്രഹവും ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങളൊക്കെ ഉള്ള ഏലിയൻസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പൊ 3 ഡയമെൻഷനിലുള്ള നമ്മൾ ഈ കിഡ്നി, ലിവറും കൈയും കാലും അവയവങ്ങളും അപ്പുറത്തവന്റെ പൈസയും പണമൊക്കെ മോട്ടിച്ച് ഒപ്പിക്കാൻ വേണ്ടി കിടന്ന് ഉപ്രളം കാണിക്കുന്നത് പോലെ മനുഷ്യന്റെ ഉള്ളിലെ എനർജി എടുക്കാനാണ് അവർ ഈ വെപ്രാളം കള്ളത്തരങ്ങളും കാണിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ച് അവരിലേക്ക് അടുപ്പിച്ചിട്ട് അവരെ നിർദ്ദേശങ്ങളും അവരുടെ വഴികളിലൂടെ ഇവരെ നടത്തിച്ചിട്ട് ഈ ആത്മാവിനെ അവന്റെ മരണശേഷം അവർ കൊണ്ടുപോകുന്നു. അപ്പൊ ഇതാണ്
ഇത്രയും നാളെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അന്ത്യകാലമായപ്പോൾ ഈ അദൃശ്യ ശക്തികളെല്ലാം മാക്സിമം അവരവർക്ക് എനർജി കണ്ടെത്താൻ വേണ്ടിയിട്ട്, എല്ലാമല്ല, ഇങ്ങനെ ദൈവത്തിൽ നിന്നും തലതിരിഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടർ. ഇപ്പം ഭൂമിയിൽ തന്നെ നേരായ മാർഗത്തിലുള്ളവരുണ്ട്, തലതിരിഞ്ഞവരുണ്ടല്ലോ. അപ്പം ഈ തലതിരിഞ്ഞ് നിൽക്കുന്നവരാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതേപോലെ ഈ അദൃശ്യ മണ്ഡലങ്ങളിൽ തലതിരിഞ്ഞ് നിൽക്കുന്ന, ദൈവത്തിന്റെ ആ രീതിയിൽ നിന്നും വിട്ടുമാറിയിട്ട് സ്വന്തമായി എന്തെങ്കിലും ഒപ്പിച്ച് എനിക്ക് എന്തെങ്കിലും നേടാം എന്ന് ചിന്തിക്കുന്ന മറ്റ് ശക്തികളാണ്. അതിനേക്കാൾ നമ്മൾ പിശാചുക്കളെന്ന് ഈ അസുരന്മാരെന്നൊക്കെ പറയുന്നത് ഞാൻ ഈ പറയുന്നത് അവരാണ്. അപ്പൊ അവരാണ് ഈ ഭൂമിയിൽ ഇപ്പം ആർത്തിമൂത്ത് പല രീതിയിലും പല വ്യക്തികളിലൂടെയും ആത്മാക്കളെ നേടാനായിട്ട് പല പല ആത്മീയ അറിവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പറയുണ്ട്. ഇതിന്റെ ഇടയിലാണ് ഈ സൃഷ്ടാവ ദൈവവും ആ ദൈവത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആത്മാക്കളെ ദൈവവും ഇപ്പോ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടത് അവർ കൊണ്ടുപോട്ടെ, വേണ്ടെന്നല്ല, അങ്ങോട്ട് ആകർഷണം അതാണ് ശരി എന്നൊക്കെ ചിന്തിക്കുന്ന ആത്മാക്കളെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം. ദൈവം ഒരിക്കലും അവരെ നിർബന്ധിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരില്ല. അതിന്റെ ആവശ്യമില്ല. ഈ എനർജി എന്ന് പറഞ്ഞാൽ ഈ ആത്മാക്കളെ ആവശ്യമില്ല. അപ്പൊ പൂർണ്ണമായും ആ ദൈവത്തെ മതി, പൂർണ്ണമായും എനിക്ക് ആ ദൈവം പറഞ്ഞ വ്യവസ്ഥയിൽ ജീവിക്കണം, എനിക്ക് വേറെ ഒരിടത്തും പോകണ്ട എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ആ മേഖലയിൽ എത്തിയിട്ടും ഈ പ്രപഞ്ച സൃഷ്ടാവായ ശക്തിക്കും ഉപയോഗമുള്ളൂ. അതാണ് ഈ കാലഘട്ടം. അപ്പൊ അവരും കറങ്ങി നടന്ന് പല വ്യക്തികളെയും തലച്ചോറിനെ സ്വാധീനിച്ച് അവരെല്ലാരും ഭയങ്കരമായ ആത്മീയ ലെവലിലേക്ക് ഇരുന്ന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞാണ് ആൾക്കാരെ അട്രാക്ട് ചെയ്യണത്. അത് എനിക്ക് കേട്ടിട്ട് എനിക്കത് പിടികിട്ടുന്നില്ല. ഒരുപാട് ആൾക്കാരെയൊക്കെ അട്രാക്ട് ചെയ്ത് പെട്ടെന്ന് പണം ഉണ്ടാക്കാം, നമുക്ക് പലത് നേടാം എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് ഈ പല രീതിയിലും പല ആത്മാക്കള്, പല ഏലിയൻസ് ആത്മാക്കളെ നേടുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ദൈവം എന്നോട് സംസാരിക്കുന്ന ആ ശക്തിക്ക് വേണ്ട ചില ആത്മാക്കളെ നേടാനായിട്ട് എന്നിലൂടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുന്നത്. ഇത് ഒന്നുകൂടെയൊക്കെ കേട്ടു നോക്കണം, ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഓരോ ഏലിയൻസും അല്ലെങ്കിൽ ഓരോരോ ശക്തികളും അവരുടെ രീതിയിൽ ആളെ പിടിക്കാൻ കറങ്ങി നടപ്പുണ്ട്, അവരും ഒക്കെ ആത്മീയരായിട്ട് നടപ്പുണ്ട്. ഇതിന്റെ ഇടയിലാണ് എന്നോട് ഇടപെടുന്ന സൃഷ്ടാവാം ദൈവം എന്ന് പറഞ്ഞ ഒരു മനസ്സാരി വേറെ രൂപങ്ങളോ വേറെ രീതികളോ ഒന്നുമില്ല. അതിലോട്ട് ചെല്ലേണ്ട ആത്മാക്കൾക്ക് വേണ്ടത് നേരും നിറയും സത്യസന്ധത, ആത്മാർത്ഥത, നീതി, ന്യായം, ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനപ്പുറത്തോട്ട് വേറെ ഒന്നും എന്നോട് ഇടപെടുന്ന ശക്തിക്ക് ആവശ്യമില്ല. ഈ ഒരു ലെവലിൽ ആര് ജീവിക്കുന്നുവോ ആ ആത്മാവിനെ അങ്ങോട്ട് കൊണ്ടുപോകും. ആ വ്യക്തിക്ക് മറ്റ് ഏലിയൻസിനെയോ അല്ലെ ദേവിമാരോ ദേവന്മാരോട്ടോ ഒന്നും മനസ്സ് പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ ദൈവത്തിന്റെ കൂടെ അനേക ശക്തികളുണ്ട്. ഇപ്പൊ ദൈവത്തിന് വേണ്ടി എന്നോട് ഇടപെടുന്ന ആ ദൈവത്തിന് വേണ്ടിയിട്ട് രക്ഷയ്ക്കായിട്ടുള്ള ഒരുപാട് ഏലിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ദേവന്മാരുണ്ട്. ശിക്ഷയ്ക്കായിട്ടും അനേക ഏലിയൻസ് ദേവന്മാരൊക്കെ ഉണ്ട്. അപ്പം അവരവരുടെ രീതിയിൽ അവർ ഭൂമിയിൽ സകല വ്യക്തികളുടെ ഇടയിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു രൂപം, ഇന്ന രൂപത്തിൽ അങ്ങനെ രൂപമില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഏത് രൂപത്തിൽ വേണോ വരച്ചുണ്ടാക്കി നമുക്ക് ഇതാണ് ആ ദൈവത്തിന്റെ ദേവി അല്ലെങ്കിൽ ദൈവത്തിന്റെ ദേവൻ എന്ന് പറഞ്ഞ് നമുക്ക് ഏത് രൂപത്തിൽ വേണോ വരച്ചെടുക്കാം. ഈ കാലഘട്ടത്ത് എന്നോട് ഇടപെടുന്ന ആ ദൈവത്തിന് വേണ്ടത് ഇങ്ങനെയുള്ള ഒരു ശക്തികളുടെ പിറകെയിലുള്ള ഒരു ചടങ്ങുകളോ ഒന്നും താല്പര്യമില്ല. ശരിക്കും ദൈവം മനുഷ്യനെ ഭൂമിയിൽ ആദ്യമായിട്ട് സൃഷ്ടിക്കുമ്പോൾ ദൈവം ആ മനുഷ്യന് ഭൂമിയിൽ നീ ജീവിക്കേണ്ട വ്യവസ്ഥകൾ ഇങ്ങനെയാണ് എന്ന് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അല്ലാതെ ഈ ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളും മറ്റ് ഡയമെൻഷനിലെ കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യർക്ക് കുറെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും ഈ ധ്യാനം എന്ന് പറഞ്ഞ സാധനം വരെ ഉണ്ടെന്ന് വരെ മനുഷ്യന് പറഞ്ഞു കൊടുത്തതെല്ലാം ഏലിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിലൂടെ മനുഷ്യർ പല കാര്യങ്ങളും കണ്ടെത്തി. കാരണം അവന് ഈ ഒരു ബോധം പറഞ്ഞു കൊടുത്തപ്പോൾ, ഈ ഒരു കഴിവ് നിന്നിൽ ഉള്ളിൽ തന്നെ ഉണ്ടെന്നും നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ മനുഷ്യനത് ശ്രമിച്ചു നോക്കുകയും അതിലൂടെ അവൻ പല രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ അവൻ തിരിച്ചറിയുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ വലിയ സത്യം. പക്ഷെ ഒരു മനുഷ്യന് മോക്ഷം കിട്ടി അല്ലെങ്കിൽ ദൈവത്തിലോട്ട് എത്താൻ അല്ലെങ്കിൽ അന്നേരത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ അവൻ ഈ വലിയ വലിയ രഹസ്യങ്ങളും മർമ്മങ്ങളൊന്നും പഠിച്ച് കാണാപിടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമുക്കൊരു ആഹാരം കഴിക്കണം, നമ്മളിപ്പോ ഒരു കടയിൽ കയറി അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ആഹാരം കഴിക്കുക, വയറ് നിറയ്ക്കുക, പോവുക, ഇത് മതി ശരിക്കും പറഞ്ഞാൽ നമുക്ക് വയറ് നിറയാം. പക്ഷെ ഇത് എന്താണ്, ഇത് ഉണ്ടാക്കിയത് എങ്ങനെ, ഇതിന് പിന്നെ എത്ര പേര് ജോലി ചെയ്തു, ഈ മാവ് എവിടെ നിന്ന് ഉണ്ടായി വന്നു, അതിനുള്ള അരി എവിടെ നിന്ന്, ഇത് ഏതരി, ഏത് വയലില, എന്ത് കൃഷി, ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഓരോ സാധനങ്ങളും അതിന്റെ പിറകോട്ട് ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ ഉണ്ടായി, ആരൊക്കെ ശ്രമിച്ചു, ഇത് എന്തൊക്കെ ഇട്ടു, ഇങ്ങനെയൊന്ന് കണ്ടുപിടിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടേ ഈ ആഹാരം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അത് ശരിയല്ല. അതൊരു മണ്ടത്തരമല്ലേ. ശരിക്കും നമുക്ക് ആഹാരം കഴിച്ചാൽ പോരെ. ഇത് തന്നെയാണ് ദൈവം മനുഷ്യന്റെ കാര്യത്തിലും പറയുന്നത്.
ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് അങ്ങ് ജീവിക്കുക, തിരിച്ച് അതെല്ലാം ഓക്കെ ആയി ജയിച്ചങ്ങ് വരിക, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിനെ മറ്റ് അദൃശ്യ ശക്തികളായി നിൽക്കുന്ന ചില ഏലിയൻസ് ആണ് വന്ന് ഈ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള ദൈവിക രഹസ്യങ്ങളും മർമ്മങ്ങളും കാര്യങ്ങളും അതും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആയുർവേദം വരെ ദൈവമല്ല പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആയുർവേദം വരെ പറഞ്ഞു കൊടുത്തത് ഈ ടെക്നിക്കും കാര്യം നമ്മൾ ഈ 3 ഡയമെൻഷനുള്ള സകലമായ രഹസ്യങ്ങളും ടെക്നിക്കുകളും എല്ലാം 4th ഡയമെൻഷനുള്ള സാധനങ്ങൾക്ക് അറിയാം. 4th കാര്യം വരെ 5th ഡയമെൻഷനിലെ ശക്തികൾക്ക് അറിയാം. അപ്പം 3 ഡയമെൻഷൻ നമ്മൾ ഈ കാണുന്നതിന്റെ പിന്നിലുള്ള സകലമായ കാര്യങ്ങൾ, ഞരമ്പ്, അത് ഇത്, ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം, അകൽച്ച, സൂര്യന്റെ വലിപ്പം, തീ, മറ്റത് മറിച്ച്, ഇതെല്ലാം മറ്റ് 4th ഡയമെൻഷനിലും 5th ഉള്ളവർക്കൊക്കെ നല്ലോണം അറിയാം. പക്ഷെ ഇതൊന്നും ഈ കാട്ടിക്കിടക്കുന്ന മനുഷ്യൻ അറിഞ്ഞൂടാ. പക്ഷെ ഇതൊക്കെ വന്ന് പറഞ്ഞു കൊടുത്തതെല്ലാം ഏലിയൻസ് ആണ്, ദൈവമല്ല പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇതൊക്കെ വെച്ച് മനുഷ്യൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് മനസ്സിലാക്കി അവൻ ധ്യാനിച്ചും അവന്റെ ഉള്ളിലൂടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ശ്രമിച്ച് അവൻ ഒരുപാട് ജ്ഞാനവും കാര്യങ്ങളൊക്കെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഹാരം കഴിക്കുമ്പോൾ ഈ ആഹാരത്തിന്റെ സകലമായ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും അറിയാതെ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, വയറ് നിറയ്ക്കുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷെ അറിഞ്ഞ് കഴിച്ചെന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല. ഇപ്പൊ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ആഹാരം കൊണ്ട് വെക്കുന്നു, ഇതിന്റെ സകലമായ ഡീറ്റെയിൽസും പുറകോട്ട് അന്വേഷിച്ചതിന്റെ ഇതിന്റെ സകല സൃഷ്ടി എല്ലാം അന്വേഷിച്ചിട്ട് ആഹാരം കഴിക്കുന്നില്ല. ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ഇതെല്ലാം എന്നിട്ട് ഇത് കഴിക്കുന്നില്ല. എന്നിട്ട് അടുത്ത ആഹാരം നോക്കും. അപ്പൊ അവിടെ നിന്ന് ഈ ആഹാരം ഇവിടെ നിന്ന് വന്നു, അതിന്റെ സകലമായ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന്റെ വേരുൾപ്പെടെ തോണ്ടിയെടുത്ത് ഫുൾ അന്വേഷണം, ഗവേഷണം, ആഹാരം കഴിക്കുന്നില്ല. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ദൈവം പറയുന്നു, ഇതൊക്കെ നിങ്ങൾ എന്തൊക്കെയോ അറിഞ്ഞു, എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു, ഇത് ശരിയാണോ തെറ്റാണോ അത് പിടിയില്ല എന്ന എനിക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങ് ജനങ്ങളെ അറിയിക്കും. ഇതൊക്കെ അറിഞ്ഞും കേട്ട് നിൽക്കുന്ന വ്യക്തികൾക്കാണ് ഞാൻ ഈ അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എനിക്ക് കിട്ടിയ അറിവ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ എന്റെ കയ്യിൽ ഒരു കൊച്ചു കുട്ടി, അതായത് 5 വയസ്സോ 6 വയസ്സോ ഒരു കൊച്ചു വന്നു കഴിഞ്ഞാൽ, മോളെ ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇത് മാത്രം പഠിപ്പിച്ച് ഞാൻ വളർത്തിക്കൊണ്ട് വന്നാൽ ഈ ഒരു അറിവും കൊടുത്തില്ലെങ്കിൽ പോലും അവൻ ഈ ഭൂമിയിൽ സത്യയുഗത്തിലേക്ക് അവൻ ഈസി ആയിട്ട് കടക്കും. മാത്രമല്ല അവന്റെ ആത്മാവ് മോക്ഷം ലഭിക്കുകയും ചെയ്യും, നേരെ സൃഷ്ടാവായ ദൈവത്തിന് എത്തുകയും ചെയ്യും. കാരണം അവനിതൊന്നും അറിയുന്നില്ല, ശരി തെറ്റ് മാത്രം മനസ്സിലാക്കുന്നു. ആ ശരി തെറ്റനുസരിച്ച് അവൻ ഭൂമിയിൽ മാന്യമായി ജീവിക്കുന്നു. അവന്റെ കൂടെ പോസിറ്റീവ് ശക്തികൾ ത്രൂഔട്ട് അവന്റെ സകലമായ വഴികളും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവന് ഭൂമിയിൽ എല്ലാ സുഖവും ആസ്വദിക്കാൻ പറ്റും. അവൻ സത്യയുഗത്തിലോട്ട് നല്ല രീതിയിൽ കടക്കുകയും ചെയ്യും, പോവുകയും ചെയ്യും. പക്ഷേ ഇത്രയും അറിവുകൾ നേടി ആകെ അവിയൽ വരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് സത്യയുഗത്തിലോട്ട് കടക്കണ കാര്യം വളരെ പ്രയാസമാണ്. കാരണം എന്ത് കേട്ടാലും എന്ത് കിട്ടിയാലും ഇതിന്റെ ഈ അറിവ് വെച്ച് ഇതെല്ലാം ഞാൻ ടാലി ചെയ്ത് നോക്കുമ്പോൾ അവിടെ അവന് പലതും കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ ഒരു അറിവില്ലാത്തൊരു വ്യക്തിയെ ദൈവത്തിലോട്ട് കൊണ്ടുവരാൻ എളുപ്പമാണ്. ചുരുക്കം പറഞ്ഞാൽ ശിശുക്കൾക്ക് സ്വർഗരാജ്യം പെട്ടെന്ന് ലഭിക്കും. ഓക്കെ, ഇനി അടുത്ത ചില കാര്യങ്ങളൊക്കെ അടുത്തത്.